അങ്ങനെ നമ്മുടെ ലാലന്റെ വൈറൽ ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ റമ്മും കൂടി ചേർത്തുള്ള ടേസ്റ്റ് ആയിരിക്കും, നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഒന്ന് കഴിച്ചോട്ടെ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ആ ഒരു ടേസ്റ്റ് ഞാൻ നിങ്ങൾ കൂടി പറഞ്ഞത് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. വായ വേറെ അഞ്ഞു പോവും, വേറെ ലെവലാണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ലാലായിട്ട് അതിന്റെ പോലെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ വീണ്ടും പോരട്ടെ, ഞങ്ങൾ ചെയ്ത് നോക്കിക്കൊണ്ട്. അടുത്ത എനിക്ക് തരാണ്ട് മുഴുവൻ തിന്ന് തീർക്കണം കഴിച്ചു. ആ പഴം കഴിച്ചിട്ട് ഒരു പവർ കാണിക്കുന്നില്ല ചേച്ചി. ഞാൻ വെറുതെ നെയ്യും പഴം വയസ്സായി. ഇത് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ബൈ. ഹലോ, അപ്പോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതുപുത്തനായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന അറിയോ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കിഡിലൻ ഡെസേർട്ട് ആണ്. വളരെ ഈസിയാണ്, കുറഞ്ഞ ഐറ്റംസുകൾ കൊണ്ട് വളരെ നാവിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ഡെസേർട്ട് ആണ്. ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് എന്റെ ഓൺ റെസിപ്പി അല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ റെസിപ്പിയാണ് കേട്ടോ. ലാലേട്ടൻ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂല് പറഞ്ഞ് വൈറലാക്കിയ ഒരു അടിപൊളി ഡെസേർട്ട് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് എന്തൊക്കെയാണ് വേണ്ടതല്ലേ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ടാണ്. പഴം വേണം, നല്ല പഴുത്ത പഴം ഇങ്ങനെ നമ്മൾ നടുകഷ്ണം കീറിയിട്ട് ഈ ടൈപ്പ് ഓഫ് സ്ലൈസിൽ ആക്കി വെക്കുക കേട്ടോ. നല്ല പഴുത്തതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ വേണ്ടത് നമ്മുടെ ഇതാണ് ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടു ചക്കര ഒക്കെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, അതും അടിപൊളിയാണ്. പിന്നെ വേണ്ടത് ഇതാ നെയ്യാണ് കേട്ടോ. നെയ്യ് ഞാൻ ഇട്ടിരിക്കുന്നത് മിൽമയുടെ നെയ്യാണ്. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടർ ഇട്ടിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നെയ്യ് ഇട്ടിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നെയ്യ് ഇട്ടതാണ് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത്. അപ്പൊ നിങ്ങൾ നെയ്യ് ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് ഒരു ഐസ്ക്രീം ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ എടുക്കാം. ഇപ്പൊ വാനില എടുക്കാം, പിസ്ത എടുക്കാം. ഇപ്പൊ എനിക്ക് എന്റെ ഫേവറേറ്റ് സ്ട്രോബെറി ആയതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറി ഫ്ലേവർ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടു. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതും കാണിച്ചു തരാം. അപ്പൊ വായോ. അപ്പൊ പാന് ചൂടായി, ഇതിലേക്ക് നെയ്യ് ഒഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിൽ വറക്കുമ്പോഴാണ് ആ നല്ല ടേസ്റ്റ്. ബട്ടറിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് നെയ്യിലെ ആ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇനി ബട്ടറാണ് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ബട്ടർ യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് പഴം നിരത്താൻ വേണ്ടി പോവാണ് കേട്ടോ. പഴം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു സ്മോക്കി ഫ്ലേവർ വരുന്ന വരെ സ്മോക്ക് ചെയ്യുന്നതാണ് നല്ലത്. സോറി, കുക്ക് ചെയ്യുന്നതാണ് നല്ലത്, സ്മോക്ക് ചെയ്യുന്നതല്ല. നെയ്യിൽ പഴം വറക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്, ഭയങ്കര നല്ല സ്മെല്ലുമാണ് കേട്ടോ. ഞാനിപ്പോൾ 2 പഴം എടുത്തുള്ളത്, കാരണം ഇവിടെ ഇപ്പോൾ ഞാനും ആശയും മാത്രമേ ഉള്ളൂ. ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി ആശയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അവനിപ്പോൾ ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് പഴം നെയ്യിൽ വാട്ടി കഴിക്കുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഈ ഡെസേർട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആശ എന്നെ മുഖത്ത് വെച്ചിരിക്കുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഒരു സൈഡ് ഇത് ഓൾറെഡി കുക്കായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് നല്ല മൊരിഞ്ഞതാണ് ഇഷ്ടം. നല്ലോണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പാനിനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്യുമ്പോൾ അതിൽ മിക്സ് ചെയ്യുമ്പോൾ അതിന് പോകുന്ന ഡൗട്ട് കൊണ്ട് ഞാൻ അത് മാറ്റി. ഇതിലേക്ക് നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി അത് ഇതിലൊന്ന് കിടന്നൊന്ന് മെൽറ്റായിട്ട് ആ നെയ്യിൻ്റെ കൂടെ കിടന്ന് മെൽറ്റാകും. ഭയങ്കര നല്ലൊരു സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഓക്കെ,
അതിലേക്ക് ഞാൻ പട്ട അതേപോലെ ഏലക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാൻ പോകട്ടോ. നന്നായിട്ട് ശർക്കര ഉരുക്കി പിടിച്ചിട്ടുണ്ട്, നല്ലൊരു സ്മോക്കി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ഇറക്കാം. ഓക്കെ, കണ്ടോ നന്നായിട്ട് നെയ്യെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് ശർക്കര എല്ലാം പിടിച്ച് നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മോക്കി ഫ്ലേവറൊക്കെയാണ് ഇതിന് ഈ സമയത്ത്. ഇനി ബാക്കി നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം, റം ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ നമുക്ക് അത് ഹറാമായതുകൊണ്ട് നമ്മളത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അത് നമ്മൾക്ക് ഇത് കഴിക്കാൻ ഹറാമായതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല, അതുകൂടെ ആണ് അതിലുള്ളത് റെസിപ്പി. പക്ഷെ നമ്മൾ ചേർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇതിന് മുകളിലേക്ക് റം ഒഴിക്കണം. അപ്പോൾ ഞാൻ റം ഒഴിക്കുന്നില്ല, നമുക്ക് ഹറാമായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഹലാലായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവര് റം ഒഴിച്ചു നോക്കും കേട്ടോ. ആരെങ്കിലും അതിൽ റം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുകളിലേക്ക് ഇതാ ഞാൻ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ വൈറൽ ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ റമ്മും കൂടി ചേർത്തൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും, നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ആ ഒരു ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞില്ല എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. വായ വെക്കുന്നതിന് അലിഞ്ഞു പോവും. നമുക്കൊരു ബ്രൗണി ഐസ്ക്രീം കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ ആ ബനാനയുടെയും നെയ്യുടെയും പിന്നെ ആ ടേസ്റ്റും അതിന്റെ കൂടെ ഈ ഐസ്ക്രീമിന്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ വേറെ ലെവലാണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ലാലേട്ട ഇതേപോലത്തെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ വീണ്ടും പോരട്ടെ, ഞങ്ങൾ ചെയ്ത് നോക്കിക്കൊണ്ട്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്, എനിക്ക് ആശിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്. കമന്റ് ചെയ്യാതെ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കമന്റ് നിങ്ങൾ ഇവിടെ അറിയിക്കണം കേട്ടോ. നമുക്ക് ആശിക്കും ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കഴിച്ചോക്ക് എങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഒരു മസ്റ്റ് ട്രൈ ഐറ്റം കൂടി ഇല്ലേ? അപ്പൊ എല്ലാരും ചെയ്ത് നോക്കണം. പക്ഷെ നല്ല ബനാനയുടെ ഫ്ലേവർ ഉണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഐറ്റം ആണ്. റമ്മ് ഹറാം ഹൈവാന. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഐറ്റം ആണ്. വീണ്ടും പുതുമയാർന്ന അടിപൊളി ഇതേപോലത്തെ റെസിപ്പീസുമായിട്ട് വീണ്ടും എന്റെ ചാനലിലൂടെ കാണാം. അപ്പൊ ഇനിയും എന്റെ ചാനൽ ലൈക്ക് ചെയ്യാത്ത, ഷെയർ ചെയ്യാത്ത, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആക്കണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പുതുമയാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഇത് ജാസി ആഷി ഒഫീഷ്യൽ ചാനൽ. ദുഷ്ടൻ എനിക്ക് തരാണ്ടത് മുഴുവൻ തിന്ന് തീർക്കാണ് ഗൈസ്. ഞാനിതെങ്ങനെ സഹിക്കും? എനിക്ക് ഐസ്ക്രീം കിട്ടണം. അപ്പോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതുമയാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സ്റ്റേ ട്യൂൺ. ഇത് ജാസി ആഷി ഒഫീഷ്യൽ. അതുപോലെ പറ. ആ പഴം കഴിച്ചിട്ട് ഒരു പവർ കാണിക്കുന്നില്ല ചേച്ചി. ഞാൻ വെറുതെ നെയ്യും പഴം വയസ്സായ. ഇത് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ബൈ ബൈ.